ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സെർവ് വിത്ത് ലവ് എന്ന ഈ ചാനലിലേക്ക് വെൽക്കം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വളരെ സിമ്പിളായി ചെയ്യുന്ന ഒരു ബോട്ടിൽ ക്രാഫ്റ്റ് ആയിട്ടാണ്. അത് നമ്മൾ ചുമ്മാതെ കളയുന്ന മുട്ടത്തോടും അതുപോലെ ഇതുപോലത്തെ ചൂല് മേടിക്കുകയാണെങ്കിൽ എന്തായാലും അതിൽ നിന്ന് കുറച്ച് നമുക്ക് ഇങ്ങനെ കുഴിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് ചെയ്യുന്ന ചെറിയ സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ക്രാഫ്റ്റാണ്. അപ്പോൾ നമുക്ക് വേഗം സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ബോട്ടിലാട്ടോ ഇതിൻ്റെ സ്റ്റിക്കറൊന്നും കളഞ്ഞിട്ടില്ല, അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഫസ്റ്റായിട്ട് തന്നെ ഫെവിക്കോൾ തേച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഫെവിക്കോൾ ഇത്തിരി വെള്ളം മിക്സ് ചെയ്തിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ബോട്ടിനെ ഫുള്ളായിട്ട് കവർ ചെയ്യണമെന്നൊന്നുമില്ല, കാരണം അതിൻ്റെ മുകളിലും താഴെയായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റായിട്ട് ലേസ് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു 2 കോട്ടായിട്ടൊന്ന് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഒട്ടിച്ചിട്ട് നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ താഴെ മുകളിലൊന്നും ഞാൻ ഒട്ടിച്ചിട്ടില്ല, കാരണം നമ്മുടെ ലേസ് കൊണ്ട് കവർ ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു ഭാഗം കാണില്ല. അപ്പോൾ ആ ഭാഗത്ത് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഭാഗത്ത് മാത്രമേ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ 2 ടീസ്പൂണ് പ്ലാസ്റ്റർ പാരീസ് എടുക്കുന്നുണ്ട്. അതുപോലെ അതിൽ ഇത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് ഒരു തിക്ക് പേസ്റ്റ് ഉണ്ടാക്കുക കേട്ടോ. ഇനിയിപ്പോൾ പ്ലാസ്റ്റർ പാരീസ് ഇല്ലെങ്കിൽ വൈറ്റ് പുട്ടി അല്ലെങ്കിൽ വൈറ്റ് സിമെൻ്റ് ഒക്കെ എടുത്താൽ മതി, ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഒരു തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഒരു തിക്ക് പേസ്റ്റാക്കി എടുക്കുക ചെയ്യുന്നത് കേട്ടോ. കുറച്ച് ഒരു എമൗണ്ട് മതി, ജസ്റ്റ് ആ ബോട്ടിൽ ഇങ്ങനെ ഒന്ന് റഫായിട്ടുള്ള ഒരു സർഫേസ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല തിക്ക് പേസ്റ്റാക്കി എടുക്കുക. ഇനി നമുക്കിത് ബോട്ടിലോട്ട് ഇങ്ങനെ കുറച്ചിനെ ഒരു ഡ്രോപ്പ് പോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഇനി ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. മുകളിലും താഴെ വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞില്ല, മുകളിലും താഴെ ഇതിൻ്റെ ലേസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം വേണ്ട, ബാക്കിയുള്ള ഭാഗത്ത് ഇത് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഉണങ്ങണം. ഞാനിത് വെയിലത്ത് വെക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്, നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഒരു ഓഫ് വൈറ്റ് കളറാണ് കൊടുക്കുന്നത്. ക്യാമറേൻ്റെ ലൈറ്റാണ് ഇത് വൈറ്റ് കളറായി തോന്നുന്നത്. ശരിക്കും ഇതിൽ ഞാൻ കൊടുക്കുന്നത് ഒരു ഓഫ് വൈറ്റ് കളറാണ്. അങ്ങനെ പെയിൻറ്റ് എല്ലാ ഭാഗത്തും നല്ലവണ്ണം കൊടുത്തിട്ട് ഞാൻ പിന്നെ 1 മണിക്കൂറോളം ഉണങ്ങാൻ വെക്കുന്നുണ്ട്. നല്ല പകൽ സമയമായതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഒരു വെയിലത്ത് വെച്ച് 1 മണിക്കൂറിൻ്റെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൊന്ന് വാർണിഷ് കൂടി ചെയ്യണം. അപ്പോൾ വാർണിഷ് ചെയ്ത് ഒരു അരമണിക്കൂർ ഉണക്കിയതിന് ശേഷമാണ് ബാക്കിയുള്ള ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്യുന്നത് പോലത്തെ ചൂലിൻ്റെ കൊഴിഞ്ഞു പോകുന്ന ഭാഗങ്ങൾ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ഭാഗത്ത് നമുക്ക് ഇതുപോലെ കൊഴിഞ്ഞു പോയ ഭാഗം നന്നായിട്ട് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുട്ടത്തോട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഗമ്മ് നല്ലവണ്ണം ആക്കിയിട്ടാണ് മുട്ടത്തോട് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതുപോലെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ നന്നായി പ്രസ് ചെയ്ത് മുട്ടത്തോട് പൊട്ടിപ്പോകും. അത് നല്ലവണ്ണം എല്ലാ ഭാഗത്തും ഗമ്മ് ആയെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നല്ലപോലെ ഇങ്ങനെ ഒട്ടി നിൽക്കുള്ളൂ. നന്നായിട്ട് ഗമ്മാക്കിയതിന് ശേഷം മുട്ടത്തോട് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, അത് നല്ലതായി ഒട്ടിക്കോളും. ഇനി എന്താണെന്ന് വെച്ചാൽ അടുത്തത് ഇതിൻ്റെ സെൻറ്ററിൽ ജസ്റ്റ് ഒരു പൂ പോലെ തോന്നണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയുടെ നടുകളുള്ള ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ഇതിൻ്റെ മുട്ടയുടെ സെൻറ്ററിലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ലുക്ക് പോലെ തോന്നും. അപ്പോൾ അതും ഈ 3 മുട്ടത്തോടുള്ള ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ. അപ്പോൾ ഇനി അതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള ലേസ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ലേസാണ് ഇതിൽ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഇതിൽ ഒട്ടിക്കാൻ കയറാണ് ഉദ്ദേശിച്ചത്, പക്ഷേ എൻ്റെ കയ്യിൽ കയറില്ലാത്തതുകൊണ്ടാണ് ഞാൻ ലേസ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കയറാണെങ്കിൽ ഒന്നും കൂടി എളുപ്പമായിരിക്കും, കാരണം ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ഒരു നേരൊക്കെ അല്ലല്ലോ, ജസ്റ്റിന് പൊന്തി താന്തായതുകൊണ്ട് ഇതുപോലെ ലേസ് ഒട്ടിക്കുമ്പോൾ അതിൽ സ്റ്റോൺ വർക്ക് ഉള്ളതുകൊണ്ട് അത്ര ക്ലിയറായി കിട്ടില്ല. അതുകൊണ്ട് ഞാൻ കയർ ഒട്ടിക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ എൻ്റെ കയ്യിൽ കയറില്ലാത്തതുകൊണ്ട് അതുപോലെ ലേസ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ലേസിന് ഒട്ടിച്ച് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ സ്റ്റോണിൽ ലേസ് ആയതുകൊണ്ട് ഇങ്ങനെ ചുറ്റി കൊണ്ടുവരാൻ പറ്റില്ല. ഫസ്റ്റ് ഭാഗം ഒട്ടിച്ചിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അടുത്ത ഭാഗം ഒട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ ലേസ് ഒട്ടിച്ച് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കയറുണ്ടെങ്കിൽ അതായിരിക്കും എനിക്ക് തോന്നുന്നു ഒന്നും കൂടി ഷോ ഉണ്ടാവില്ലെന്ന്. ഇനി ഞാൻ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഗോൾഡൻ കളർ പെയിൻ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ
അതിൻ്റെ തങ്ങി നിൽക്കുന്ന ഭാഗങ്ങളുണ്ടാവുമല്ലോ, ഈ പ്ലാസ്റ്റർ പാരസ് ചെയ്തിട്ട് തങ്ങി നിൽക്കുന്ന ഇങ്ങനെ പുറമേക്ക് അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ കട്ടിയോട് കാണുന്ന ഭാഗം, ആ ഭാഗത്ത് ഇതുപോലെ ഗോൾഡൻ കളർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ടച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീട്ടിൻ്റെ ലാസ്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്, നമ്മൾ ആ പുറമേക്ക് തള്ളി നിൽക്കുന്ന പുല്ലിൻചൂലിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഒപ്പത്തിൽ അങ്ങനെ പിടിച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഭാഗങ്ങൾ ഇങ്ങനെ പ്ലാസ്റ്റർ പാരസ് കൊണ്ട് നമ്മൾ ആ സർഫസ് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പുറമേക്ക് തള്ളി നിൽക്കുന്ന പോലെ ആക്കിയിട്ടില്ല, ആ ഭാഗത്ത് ജസ്റ്റ് ഗോൾഡൻ കളർ പെയിൻ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ലാസ്റ്റുള്ള ലുക്ക്. ഇതെന്ന് വെച്ചാൽ നമ്മൾ സർഫ് എക്സലിൻ്റെ കവർ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തെടുത്ത് ബോട്ടിൽ ക്രാഫ്റ്റാണ്. അപ്പോൾ നമ്മളിവിടെ ഈ ബോട്ടിൽ പ്ലാസ്റ്റർ പാരീസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മറ്റേ സർഫ് എക്സലിൻ്റെ ഇതിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിലർക്ക് ഉണ്ടാവും എന്തിനാണ് ടിഷ്യൂ പേപ്പറും പ്ലാസ്റ്റർ പാരീസും കൂടി ഒപ്പം ചെയ്യുന്നതിന് എന്താണ് ചിലർ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ സർഫ് എക്സലിൻ്റെ ടിഷ്യൂ പേപ്പർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നല്ല താന്നിട്ടാണ് സർഫ് നിൽക്കുന്നത്. ഇതിൻ്റെത് കാണാൻ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലുക്ക് തന്നെ ഡിഫറെൻ്റ് ഇല്ല. അപ്പോൾ അങ്ങനെ വരുത്താൻ വേണ്ടിയിട്ടാണ് ഇതിൽ കുറച്ച് പ്ലാസ്റ്റർ പാരീസ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഡിഫറെൻറ്റ് മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബോട്ടിൽ ക്രാഫ്റ്റ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരല്ലേ, എൻ്റെ പുന്നാര മക്കൾ ഒന്ന് വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ. ബൈ ബൈ.